So today we are going to discuss about the homocyclic inorganic systems. ഹോമോസൈക്ലിക് ഇനോർഗാനിക് സിസ്റ്റത്തിലെ 3 പേരെയാണ് നമ്മൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്: സൾഫർ, സെലീനിയം ആൻഡ് ഫോസ്ഫറസ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി സൾഫർ ആണ്. നമുക്കറിയാം ചാൽക്കോജൻസ്, ഓക്സിജൻ, സൾഫർ, സെലീനിയം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൽ തന്നെ S8 ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സൾഫർ ക്യാൻ ബി എസ് തൊട്ട് S36 വരെ ഫോം ചെയ്യാം. പക്ഷേ S8നെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാൻ പോകുന്നത്. റോംബിക് സൾഫർ എന്ന് നമ്മൾ പറയും, ഒക്ടാ സൾഫർ എന്ന് പറയും, അല്ലെങ്കിൽ ഓർത്തോറോംബിക് സൾഫർ എന്നും അതിനെ പറയാറുണ്ട്. റോംബിക് സൾഫർ ഈസ് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ഫോം room temperature which consists of S8 rings in the crown formation. It's also called orthorhombic alpha S8 എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. 2 വ്യൂസ് ആണ് നമുക്കുള്ളത്. ക്രൗൺ ഷേപ്പ് ആയിരിക്കും. സൈഡ് വേസിൽ നിന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ ലൈക്ക് ക്രൗൺ. ഈ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക, ടോപ്പ് വ്യൂവും പഠിക്കുക, അതിൻ്റെ സൈഡ് വ്യൂസും പഠിക്കുക. Orthorhombic alpha sulfur alpha S8 is an electrical and thermal insulator. All other forms of sulfur eventually revert to S8 forms. അവസാനത്തിലേക്ക് വരുമ്പോഴത്തേനും ഏത് സൾഫർ ഫോം എടുത്തു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ഇറ്റ് ബിക്കംസ് S8 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അൺസ്റ്റേബിൾ മോഡിഫിക്കേഷൻസ് SN ആർ നോൺ വിച്ച് ഇൻക്ലൂഡ്സ് N6 to N36 വരെ ആകാം. ഏറ്റവും കൂടുതൽ അലോട്രോപ്സ് ഉള്ള എലമെന്റ്സും ഈ സൾഫർ തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സ്ട്രക്ചറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ക്രൗൺ കോൺഫർമേഷൻ ആണ്. ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ, സിമെട്രിയിലേക്ക് വരുമ്പോഴത്തേന് ഇറ്റ് ഹാസ് എ T4D പോയിന്റ് ഗ്രൂപ്പ്. അതിന്റെ ഇ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എലമെന്റ്സ് നോക്കുവാണെങ്കിൽ ഇ ഉണ്ട്, C4 ഉണ്ട്, C2s ഉണ്ട്, അതുകൂടാതെ സിഗ്മ ഡീസ് ഒക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. The SS bond length are equal. ഇവിടുത്തെ സൾഫർ ബോണ്ട് ലെങ്ത് ഈക്വൽ ആണ് 2.05 ആംസ്ട്രോങ് എന്നുള്ള കാര്യം ഓർക്കുക. ഒക്ടാ സൾഫർ ക്രിസ്റ്റലൈസ് ഇൻ 3 ഡിസ്റ്റിങ്ക്ട് പോളിമോർഫ്സ്. 3 ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള പോളിമോർഫ്സ് അതിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുക. ഒരു റോംബോഹൈഡൽ സ്ട്രക്ചറും പിന്നെ 2 മോണോക്ലിനിക് സ്ട്രക്ചറും ആയിരിക്കും അവർ വരുന്നത്. അതിൽ തന്നെ റോംബോഹൈഡൽ സ്ട്രക്ചർ ആയിരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. റിമൈനിങ് ആയിട്ടുള്ളവർ അവർ സ്റ്റേബിൾ ആയിട്ട് വരുന്നത് 96 to 115 ഡിഗ്രി സെൽഷ്യസ് അറ്റ് 100 K എന്നുള്ള കിലോ പാസ്കലിലായിരിക്കും കാര്യം ഓർത്തിരിക്കുക. ഇനി മെറ്റീരിയൽ സയൻസിൽ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നു? ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്കുള്ള കൺവേർഷനാണ് പറയുന്നത് പോളിമോർഫിസം എന്നത്. ഒരു ഫോം ഓഫ് ഐസോമേഴ്സം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ക്യാൻ എക്സിബിറ്റ് ദ ഫിലോമിനൻ. അപ്പം അലോട്രോപ്സിനെ ആയിരിക്കും കൂടുതലായിട്ട് പറയുന്നത്. ഒക്ടാ സൾഫറിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോട്രോപ്സ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് ലാംഡ എന്ന് പറഞ്ഞ് സൾഫർ ഫോംസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലാംഡ സൾഫർ അത് ലിക്വിഡ് ഫോംസ് ഓഫ് ഒക്ടാ സൾഫർ ആയിരിക്കും. ഫ്രം വിച്ച് ഗാമ സൾഫർ ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ് ബൈ കൊഞ്ചിങ് വഴിയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ആൽഫ സൾഫർ കിട്ടുന്നത്. പക്ഷേ ആൽഫ അല്ല ലാംഡ സൾഫർ ഗാമ സൾഫർ കിട്ടുന്നത്. പക്ഷേ ലാംഡ സൾഫർ ഈസ് ക്രിസ്റ്റലൈസ്ഡ് സ്ലോലി റിവേർട്ട് ടു ബീറ്റ. പതുക്കെയാണ് അതിന്റെ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതെങ്കിൽ ബീറ്റ സൾഫർ ആയിട്ടായിരിക്കും മാറുന്നത്. സിൻസ് ഇറ്റ് ഹാസ് have been heated over 115 degrees Celsius, neither crystallized beta sulfur or gamma sulfur will be pure. അതിന്റെ ഹീറ്റിംഗ് above 150 ആണെങ്കിൽ ഇത് രണ്ടും പ്യൂർ ആകില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. The only method to obtain pure gamma sulfur is by crystallization from solution. സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർ സ്റ്റേബിൾ ആയിട്ട് മാറുകയുള്ളൂ. ഒക്ടാ സൾഫർ ഈസിലി ഫോംസ് ലാർജ് ക്രിസ്റ്റൽസ്. അവർ ലാർജ് ക്രിസ്റ്റൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്. യെല്ലോ ആയിരിക്കും ആൻഡ് സം വാട്ട് ട്രാൻസ്ലൂസൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കും. ഇതാണ് ബാക്കി ചില അലോട്രോപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ S8 ഉണ്ട്, S11 ഉണ്ട്, 12, 13, 14, ആൽഫ S18 ഉണ്ട്, ബീറ്റ 18 ഉണ്ട്, രണ്ട് ഐസോമർ വന്നിട്ടുണ്ട്, S20 വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്രയാണ് സൾഫറിനെ കുറിച്ചുള്ള മെയിൻലി S8നെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലീനിയത്തെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ ഹോമോന്യൂക്ലിയർ കാറ്റനേഷനിൽ അടുത്ത ഒരു ആളാണ്. ഫോസ്ഫറസും സിലിക്കണും ഒക്കെ ഒരു റൈവലറി ആയിട്ട് വരുന്നതാണ്. എസ്പെഷ്യലി നമുക്കറിയാം സൾഫർ ആയിട്ടാണ് കൂടുതൽ ഇവരെ കമ്പാരിസൺ നടത്തുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെലീനിയം ബോണ്ടുകളെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ സെലീനിയം ദ നമ്പർ ഓഫ്
നോൺ സൈക്ലിക് കോമ്പൗണ്ട്സ് വിത്ത് സെലീനിയം ബോണ്ട് ആദ്യകാലങ്ങളിൽ ഏറ്റവും കുറവായിരിക്കും ആയിരുന്നു ഓർത്തിരുന്നത്. നമ്മൾ സെലീനിയം ആയിട്ടുള്ള മോളിക്യൂൾ SE2 എന്ന് പറഞ്ഞ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ എക്സിസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നീട് മനസ്സിലായി അത് മാത്രമല്ല, ഇവർ തമ്മിൽ സൈക്ലിക് ആയിട്ടും ബൈസൈക്ലിക് ആയിട്ടും കേജ് ലൈക്ക് ആയിട്ടും കേജ് ലൈക്ക് ഡൈക്കാറ്റോൺസ് ആയിട്ടും സൈക്ലിക് ഡെറിവേറ്റീവ്സ് ആയിട്ടും ഒക്കെ ഫോം ചെയ്യുന്നുള്ള കാര്യം പിന്നീട് മനസ്സിലായി. അതിൽ തന്നെ നമുക്ക് പിടികിട്ടുന്ന കാര്യം ഇതാണ്. ന്യൂട്രല് മോണോകാറ്റയോൺസ് ആയിട്ടും ഡൈകാറ്റയോൺസ് ആയിട്ടും റിംഗ് ഡെറിവേറ്റീവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതിൽ തന്നെ പ്യുവർ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ കിട്ടുന്നത് Se6ഉം Se8ഉം ആണ്. പക്ഷെ സൊല്യൂഷൻ ഫേസിലേക്ക് വരുവാണെങ്കിൽ 6, 7, 8ഉം ഗ്യാസ് ഫേസിലേക്ക് വരുവാണെങ്കിൽ 5, 6, 7, 8, 9, 10 വരെ ഫോം ചെയ്യാം. കാറ്റയോൺസ് നോക്കി കഴിയുവാണെങ്കിൽ SeN പ്ലസ് ആയിട്ട് മോണോകാറ്റയോൺസ് ആയിട്ട് N=5, 10 ആകും. അത് വേപ്പർ ഫേസിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഡൈകാറ്റയോൺസ് ആയിട്ട് നോക്കി കഴിയുവാണെങ്കിലോ 4, 8, 2, 10 ആകും. പിന്നെ ആനയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നാലാമത്തേത് റിംഗ് ഡെറിവേറ്റീവ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ആനയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്പ് ഇവർ ഫോം ചെയ്യുന്നുണ്ട്. സെലീനിയം ബോണ്ടിന്റെ പ്രത്യേകത സൾഫർ ബോണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേനും ബോണ്ട് എനർജി കുറവായിരിക്കും. അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് എന്താ പറ്റുന്നത്? ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ അതുപോലെ തന്നെ അതിന്റെ റിയാക്ടിവിറ്റി കൂടാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷനും ക്യാരക്ടറൈസേഷനും ഒക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ലോവർ ബോണ്ട് എനർജിയുടെ കോൺസിക്വൻസ് ആയിട്ടാണ് അത് വരുന്നത്. ഇനി അവരെ കുറിച്ച് ന്യൂട്രൽ ആയിട്ടുള്ള റിങ്ങുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാലോ, അതിൽ തന്നെ നമുക്ക് വേപ്പർ ആയിട്ടുള്ള ഫേസിലാണെങ്കിൽ മാസ് സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ടായിരിക്കും ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. സൊല്യൂഷനിലാണെങ്കിൽ ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി വെച്ചിട്ടും, സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ രാമൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഇനി സൈക്ലോപെന്റ സെലീനിയം ആണെങ്കിലോ അതിനെ നമ്മൾ Se5 എന്ന് നമ്മൾ പറയും. അത് 5 മെമ്പേർഡ് റിംഗ് ആയിരിക്കും. മേജർ കമ്പോണന്റ് ഓഫ് സെലീനിയം വേപ്പർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് സൊല്യൂഷനിലൊന്നും കാണപ്പെടുന്ന ഒരാളല്ല. സെലീനിയം 6നെ കുറിച്ച് നോക്കി കഴിയുവാണെങ്കിൽ 448% ആ ഒരു കെൽവിനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേപ്പറിൽ 58%ഉം ഇവരായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവരുടെ പ്രിപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാണ്? കൺസിസ്റ്റ് ഓഫ് സം കൈൻഡ്സ് ഓഫ് റീക്രിസ്റ്റലൈസേഷൻ ഓഫ് റെഡ് അമോർഫസ് ആയിട്ടുള്ള സെലീനിയത്തിൽ നിന്നാണ് നമ്മൾ ഇവരെ എടുക്കുന്നത്. പ്രിപ്പയർഡ് ഫ്രം ഹൈ പ്യൂരിഫൈഡ് സെലീനിയത്തിൽ നിന്ന് എക്സ്ട്രാക്റ്റഡ് വിത്ത് കാർബൺ ഡൈസൾഫൈഡ് സോൾവെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ബൈ സ്പെഷ്യൽ ക്രിസ്റ്റലൈസേഷൻ മെത്തേഡ് 2 types of single crystals have been obtained from the solution, and the needles like cyclohexaselenium was separated under a microscope from the well-known a monoclinic Se8. അപ്പം ഇത് നമ്മൾ ഈ രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുവാണെങ്കിൽ, ക്രിസ്റ്റലൈസേഷൻ നടത്തുവാണെങ്കിൽ, റെഡ് ഫോസ്ഫറസ് സെലീനിയം കാർബൺ ഡൈസൾഫൈഡ് സോൾവെന്റ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ 2 രീതിയിലുള്ള സിംഗിൾ ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടും. ക്രിസ്റ്റൽസ് നല്ല പ്യൂർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടുവാണ് ചെയ്യുന്നത്. സെലീനിയം 8ഉം സെലീനിയം 6ഉം കിട്ടും. അതെല്ലാം സെലീനിയം 6ന്റെ നീഡിൽ ലൈക്ക് ഷേപ്പ് ആയിരിക്കും അവർക്കുള്ളത്. അവരെ നമുക്ക് ഈസിലി സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും അണ്ടർ ഹൈ മൈക്രോസ്കോപ്പ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. റിയാക്ഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. Se2Cl2, പൊട്ടാസ്യം അയഡൈഡ്, സെലീനിയം സൾഫൈഡ്, കാർബൺ സൾഫൈഡ് ആൻഡ് 20 degree Celsius, selenium iodide and 2 kCl is formed. And this selenium iodide again further reacts to selenium 2N ആയിട്ട് മാറുന്നു. അതിൽ N 6 ആകാം, 8 ആകാം. 6ന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു. Has a needle like structure and using a microscope we can separate it out. സെലീനിയം 7നെ കുറിച്ച് നോക്കി കഴിയുവാണെങ്കിൽ ഇറ്റ്സ് നെയിം ഈസ് സൈക്ലോഹെപ്റ്റാസെലീനിയം ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ വിച്ച് ഹാസ് അനോലോഗസ് ടു S7. സൾഫർ 7ഉമായിട്ട് അനലോഗസ് ആയിരിക്കും. ദിസ് ഫോം എ ചെയർ ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഹാസ് എ CS സിമിട്രി. നമുക്ക് CS അറിയാം, ഇയും സിഗ്മയും മാത്രം വരുവാണെങ്കിൽ, മിറർ പ്ലെയിനും മാത്രമേ ഉണ്ടെങ്കിലാണ് നമുക്ക് അതേക്കുറിച്ച് പറയുന്നത്. അപ്പം ഇതിന്റെ സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കുക. സെലീനിയം 8നെ കുറിച്ച് പറയുവാണെങ്കിലോ ഒരു 2 മോണോക്ലിനിക് ലാറ്റിസ് ആയിട്ടുള്ള ആൽഫയും ബീറ്റയും സെലീനിയം 8 ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ എ ക്രൗൺ ഷേപ്ഡ് സൾഫർ നെ പോലെ തന്നെ ക്രൗൺ ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും Se8 വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. Of various sizes has been obtained from CS2 solutions prepared by dissolution of either red phosphorus or vitreous selenium in carbon sulfate നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, and subsequent cooling or evaporation of the solvent. Red phosphorus selenium is readily soluble in Se2, but since both vitreous and red
phosphorus, selenium do not contain more than small amount of Se8. The dissolution must be accompanied by chemical interconversion. Solution of red phosphorus selenium in Se2 require illumination with the photons of energies in excess to 2.3 electron volt, ambient room temperature, light levels being sufficient. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത, അവിടെ റിയാക്ഷൻ നടക്കണമെങ്കിൽ എസൈറ്റ് ഫോം ചെയ്യണമെങ്കിൽ റെഡ് മോർഫസ് സെലീനിയം ഇൻ ഡൈസൾഫൈഡ് കാർബൺ ഡൈസൾഫൈഡ് നടത്തണമെങ്കിൽ എന്ത് റിക്വയർസ് ഫോട്ടോ എനർജീസ് റിക്വയർ ആണ് 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഏകദേശം ലൈറ്റ് റിയാക്ഷൻ നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ, റൂമിലെ ലൈറ്റ് തന്നെ ധാരാളമാണ്. ഇനി ഹോമോസൈക്ലിക് കാറ്റയോൺസ് നോക്കുവാണെങ്കിൽ ഹോമോസൈക്ലിക് കാറ്റയോൺസിൽ ഉള്ള ഒരാളുണ്ട് SeN പ്ലസ് എന്ന് പറഞ്ഞത് ഒബ്സർവ്ഡ് ഇൻ സെലീനിയം. അത് മാസ് സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ടായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്, വേപ്പറിലായിരിക്കും കാണുന്നത്. ഡൈകാറ്റോണിലേക്ക് വരുവാണെങ്കിലോ 4, 8, 10 മാത്രമാണ് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇൻ ജനറൽ ഇതിൻ്റെ അകത്ത് ന്യൂട്രൽ ആയിട്ടുള്ള സെലീനിയത്തിൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന കാറ്റയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ രീതിയിൽ വരുമ്പോഴത്തേനും അവിടെ ടോട്ടൽ ബോണ്ട് എനർജിക്ക് ഇൻക്രീസ് സംഭവിക്കുന്നുണ്ട്. ഈ രീതിയിൽ ന്യൂട്രൽ ആയിട്ടുള്ള സ്പീഷ്യസിൽ നിന്ന് സെലീനിയത്തിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുമ്പോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ കാരണം ഇതാണ്. സെലീനിയത്തിൻ്റെ highest occupied molecular orbit എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ. ദർ ഇസ് നോ 7 ഹിയർ. it was put by accidentally and ആൻറ്റി ബോണ്ടിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, ആൻറ്റി ബോണ്ടിങ്ങിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്. ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കറിയാം ബോണ്ട് ഓർഡറിൽ വരുന്ന ചേഞ്ച് അറിയാം. ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ആൻറ്റി ബോണ്ടിങ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ഡിവൈഡ് ബൈ 2 ആണ്. ആൻറ്റി ബോണ്ടിങ് കുറയുന്നതനുസരിച്ച് ബോണ്ട് ഓർഡർ കൂടുകയാണ് ചെയ്യുന്നത്. ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് ദ ബോണ്ട് എനർജി വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പോൾ ബോണ്ട് സ്ട്രെങ്തും ഒക്കെ കൂടുന്നതായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഡൈകാറ്റയോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4, 8, 10 ആണ് ഡൈകാറ്റയോൺസിൽ വരുന്നത്. സൊല്യൂഷനിലും സോളിഡിലും വരുന്നത്. ഇതാണ് SI4+ന്റെ ഒരു സ്ട്രക്ചർ വരുവാണെങ്കിൽ. ഇനി ഡൈ ആനിയോൺസിനെ കുറിച്ച് നോക്കുവാണെങ്കിലോ 2 പേരാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, Se9 2- ആൻഡ് Se11 2-. The polysulfides of Se9 2- are chains but larger molecules form rings. ഇപ്പം Se9 കുറിച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് ചെയിൻസ് ആണെങ്കിൽ Se11 ആണ് ഈ പറയുന്ന റിങ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വിച്ച് ഹാവ് എ സെലീനിയം ആറ്റം അറ്റ് ദ സെന്റർ ഓഫ് ദ 2 6-membered റിംഗ്. അപ്പോൾ 2 6-membered റിംഗ് ആണ്. ഏകദേശം ഒരു സ്ക്വയർ പ്ലെയിനിലായിരിക്കും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 6-membered റിങ്സും ഒരു സ്ക്വയർ പ്ലെയിനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ തന്നെ നടുക്കത്തെ ആള് എന്താണ് ഷെയർഡ് ആയിട്ടുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ 2 6-membered റിങ്ങിലും സെൻട്രൽ ആയിട്ടുള്ള ആള് ഷെയർഡ് ആയിരിക്കും. അപ്പം അങ്ങനെ ഷെയർഡ് ആയതുകൊണ്ടാണ് Se11 ഫോം ചെയ്തത്. അപ്പോൾ ഷെയർഡ് അല്ലായിരുന്നെങ്കിലോ 2 6-membered റിങ്സ് ഷെയർഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ ഒരു ബോണ്ട് വഴിയാണ് വരുന്നതെങ്കിൽ സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്ന Se12 ആയിട്ട് മാറിയത്. അപ്പോൾ ഈ രീതിയിലാണ് Se11ന്റെ സ്ട്രക്ചർ വരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഫോസ്ഫറസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫോസ്ഫറസ് നമ്മൾ അതിൻ്റെ റിങ്സിനെ നമ്മൾ സൈക്ലോഫോസ്ഫീൻസ് എന്നാണ് പറയുന്നത്. അത് ന്യൂട്രൽ സിസ്റ്റം ഉണ്ട്, കാറ്റയോണിക് സിസ്റ്റം ഉണ്ട്, ആനോണിക് സിസ്റ്റം ഉണ്ട്. ന്യൂട്രൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേനും അവരുടെ പ്രത്യേകത വരുന്നത് ഇറ്റ് ഹാസ് എൻ ഐസോലോബൽ റിലേഷൻഷിപ്പ്. PR-ഉം CR2 തമ്മിൽ ഐസോലോബൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസിന്റെ സൈക്ലിക് ലീനിയർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആരെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, കാർബണിന്റെ സൈക്ലോ ആൽക്കൈൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അവർ പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മോണോ സൈക്ലിക് റിങ്സിൽ കുറിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഫോസ്ഫറസിന് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ മാത്രമേ ഉള്ളൂ, 3, 4, 5, 6. ഈ പറഞ്ഞത് 3-membered റിങ്, 4-membered റിങ്, 5-membered ആൻഡ് 6-membered റിങ്സ് മാത്രമേ കാണുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവരുടെ നേരെ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള സെലീനിയത്തിനെയോ സൾഫറിനെയൊക്കെ എടുത്ത് നോക്കി കഴിയുവാണെങ്കിൽ, സെലീനിയം അല്ല സിലിക്കോണിനെ എടുത്ത് നോക്കി കഴിയുവാണെങ്കിൽ 3 to 35 റിങ്സ് അവർക്ക് ഫോം ചെയ്യാമെങ്കിൽ സൾഫറിനാണെങ്കിലോ 6 to 25 ഓർ മോർ ദാൻ അത് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ലിമിറ്റേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. കാറ്റയോണിക് സിസ്റ്റം ആണെങ്കിലോ കാറ്റയോണിക് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ ദ റിയാക്ഷൻസ് ഓഫ് സൈക്ലോഫോസ്ഫീൻസ് വിത്ത് ഇലക്ട്രോഫിലിക് ആയിട്ടുള്ള റിയേജന്റ്. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോഫിലിക് റിയേജന്റുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. മീഥൈൽ ട്രൈ ഫ്ലൂറോ മീഥൈൽ സൾഫോണേറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അവരെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സൈക്ലിക് മോണോകാറ്റയോൺസ് റിയാക്ട് ചെയ്ത് ആയിരിക്കും ഫോം ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സൈക്ലോഫോസ്ഫീൻസ് വിത്ത് ഇലക്ട്രോഫിലിക് റിയേജന്റ് ഫോമിങ് സൈക്ലിക് മോണോകാറ്റയോൺസ് ഒക്കെ ഫോം ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക. ആനോണിക് സിസ്റ്റത്തെ കുറിച്ച് വരുവാണെങ്കിലോ അവിടെ നമുക്ക് P5H4 ടൈംസ് കിട്ടും. അതായത് P5
4- എന്നൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അവർ തെർമലി സ്റ്റേബിൾ തെർമലി അൺസ്റ്റേബിൾ ആയിരിക്കും. അവരെ തെർമലി സ്റ്റേബിൾ ആക്കുന്നത് എങ്ങനെയാണ്? അവരിലേക്ക് ഫോസ്ഫറസിലേക്ക് അറയിൽ അല്ലെങ്കിൽ ബ്യൂട്ടൈൽ ആൽക്കൈൽ ഗ്രൂപ്പ്സിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അവരെ തെർമൽ സ്റ്റെബിലിറ്റി സ്റ്റേബിൾ ആക്കാൻ പറ്റും എന്നുള്ള കാര്യം